കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എബനേസർ മലയാളം ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗവാക്കാകുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട അവസരം, അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസി എന്നെ കോണ്ടാക്ട് ചെയ്ത് മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. ഞാന് സിംഗപ്പൂരിലെ സമയമാണ് നോട്ട് ചെയ്തത്, 10th 10 മണി കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ കുഞ്ഞുങ്ങളെ വിടാനൊക്കെയുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്നു ശിഷ്യന്മാരുടെ കണ്ണ് നിരോധിച്ചതുപോലെ എന്റെ കണ്ണ് നിരോധിച്ചിട്ടായിരിക്കാം. കാരണം ആ സമയം 8 മണി എന്ന് പറഞ്ഞ സമയം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡേറ്റ് കൊടുക്കാൻ ചാൻസ് കുറവാണ്. ഹല്ലേലൂയ. എങ്കിലും എല്ലാം ദൈവത്താൽ ദൈവഹിതത്താൽ സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില മിസ്റ്റേക്കുകളുടെ പിന്നിലും ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന പദ്ധതി കാണും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. മാനവജാതിയുടെ പാപങ്ങളുടെ അതേ പരിഹാരത്തിനു വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് ഹല്ലേലൂയ നമ്മെ വിടുവിച്ച് ആ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച പിതാവാം ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും ഹല്ലേലൂയ സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവന ശുശ്രൂഷയിലേക്ക് കടക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 29, 42 ഈ 2 വാക്യഭാഗങ്ങൾ ഞാൻ തന്നെ വായിക്കാം. സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട്, അതുകൊണ്ട് ഹല്ലേലൂയ വാക്യം ഞാൻ തന്നെ വായിക്കുന്നതായിരിക്കും. 29-ാമത്തെ വാക്യവും അതിന്റെ 42-ാമത്തെ വാക്യവും. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. 42-ാം വാക്യം. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ കടന്നു വരുന്ന കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണേ. ഈ രാവിലെ കാലം അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണേ. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടപ്പാ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് അതേ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ ആ ശിഷ്യന്മാർ താല്പര്യം കാണിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ അനേക തിരക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവെ, ദൈവപാദപീഠത്തിലായിരിക്കുന്ന അടിയങ്ങളോട് ഇന്ന് രാവിലെ ദൈവം സംസാരിക്കണേ എന്ന് അടിയൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഇന്ന് രാവിലെ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അങ്ങയുടെ ദയയും കരുണയും വിശ്വസ്തത എല്ലാം പുതിയതാണല്ലോ കർത്താവെ. പുതിയതൊന്ന് പ്രാപിക്കാൻ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. കടന്നു വന്ന ഓരോ ജനത്തിനും അത് വിടുതലായി, അനുഗ്രഹമായി, ദൈവകൃപയായി വ്യാപരിക്കട്ടെ കർത്താവെ. ആരും വെറും കൈയോടെ ആയിരിക്കാൻ സ്വർഗം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാവിലെ സ്വർഗം അനുഗ്രഹിച്ച് അങ്ങയുടെ കരത്താൽ തൊട്ട തന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ വെളിപ്പാടുകളെ അതേ പൊരുളുകളെ തിരിച്ചു തരണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ശക്തിയോടെ ഇന്ന് രാവിലെ ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്ന അരുതാത്തൊരു വാക്കുപോലും അടിയന്റെ അതരത്തിൽ നിന്ന് വീഴാൻ സ്വർഗം സമ്മതിക്കല്ലേ. സകലത്തെ നിയന്ത്രിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറക്കാൻ കഴിയാത്ത ഒരു ദൈവകൃപയുടെ അനുഭവമാക്കി ദൈവം ഇന്ന് രാവിലെ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗങ്ങൾ, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. സൺഡേ സ്കൂൾ അതേ കാലഘട്ടങ്ങൾ തൊട്ടേ നാം പഠിക്കുകയും നാം മനസ്സിലാക്കുകയും അതേ ഹല്ലേലൂയ ഇതിനെക്കുറിച്ച് കേൾക്കാത്തവരായി ചുരുക്കം പേരെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ഈ ദൈവജനത്തിന്റെ ചിന്തകൾക്കകത്തുകൂടെ അത് എന്നെ കടത്തി വിട്ടത് കൊണ്ട് ഇന്ന് രാവിലെ അത് ഈ വചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അത് യേശു കർത്താവ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 5-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനാകുന്ന യോസേഫിന് കൊടുത്ത നിലത്തിനരികെത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ അതേ ഹല്ലേലൂയ
വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമെന്ന്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവ് ഹല്ലേലൂയ സുഖാർ എന്ന് പറയുന്ന ശമരിയ പട്ടണത്തിനകത്തുകൂടെ, അതെ, ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. യഹൂദയ ദേശം വിട്ട് ഗലീലയ്ക്ക് യാത്രയാകുന്ന വഴിയാണ് ശമരിയ പട്ടണത്തിൽ, അതെ, സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിനകത്തൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നുവെന്ന് അവിടെ അത് ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ആ സാഹചര്യം എന്ന് നമുക്ക് അവിടെ വിശദമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും, അത് യേശു കർത്താവ് അങ്ങനെ കടന്നു പോകേണ്ടി വന്ന സമയത്ത് അത് യാക്കോബ് തന്റെ പുത്രനാകുന്ന യോസേഫിന് കൊടുത്ത നിലം അവിടെ ഉണ്ടായിരുന്നു. ആ നിലത്തിനരികെ അത് ഹല്ലേലൂയ ഒരു കിണറുണ്ടായിരുന്നു. അത് യാക്കോബ് കൊടുത്ത ഉറവായിരുന്നു. ആ യാക്കോബിന്റെ ഉറവിൽ അവിടെ ഉറവിനരികെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഏകദേശം 6 മണി നേരമായപ്പോൾ ശമരിയ സ്ത്രീയാകുന്ന ആ സഹോദരി ഹല്ലേലൂയ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ വന്നപ്പോൾ ദാഹനിമിത്തം കർത്താവായ യേശു അവളോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അതെ ഹല്ലേലൂയ, എന്താണ് നീ എന്നോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നത് എന്താണ്? യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഈ ടോക്കിന്റെ ഇടയിൽ, സംസാരത്തിന്റെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ അത് തന്നെ കുറിച്ച് ഹല്ലേലൂയ അത് വെളിപ്പെടുത്തുന്ന, വിശദമായി യേശു തന്നെ കുറിച്ച് താൻ ആരാണ്, അത് തന്റെ മേലുള്ള ആ പദ്ധതി എന്താണെന്ന് അത് ഹല്ലേലൂയ യേശു കർത്താവ് അവളോട് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നീ എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത അതെ നിലകളിലുള്ള നിത്യജീവന്റെ ഉറവ ഞാൻ നിനക്ക് തന്നേനെ. ഹല്ലേലൂയ. അത് അങ്ങനെ പല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു അവളോട് പറയുമ്പോൾ അവൾ പറഞ്ഞു, അവള് ഭൗതികമായ രീതിയിൽ അതിനെ ചിന്തിച്ചിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇവിടം വരെ വന്നു വെള്ളം കോരാതിരിക്കാൻ വേണ്ടി എന്നേക്കും എനിക്ക് ദാഹിക്കാൻ പറ്റാത്തൊരു വെള്ളം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതെനിക്ക് തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ വ്യക്തിപരമായ ജീവിതത്തെ കർത്താവ് തൊട്ടു. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു യേശു ആരാന്നോ എന്താന്നോ ഒന്നും ഇവൾക്ക് പൂർണ്ണമായിട്ട് പിടികിട്ടിയില്ല. പക്ഷെ അവളുടെ വ്യക്തി ജീവിതത്തെ സ്പർശിക്കത്തക്ക രീതിയിൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അവളോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ വെള്ളം തരണം, ഞാൻ ഇവിടെ വരെ ഹല്ലേലൂയ വന്ന് ഹല്ലേലൂയ എന്നും കോരാതിരിക്കേണ്ടതിന് എനിക്ക് വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോ കർത്താവ് അവളോട് തരത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും നിത്യജീവന്റെ കാര്യം ഇതൊന്നും പറഞ്ഞിട്ട് ഈ സഹോദരിക്ക് പിടികിട്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ അവളുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിക്കത്തക്ക രീതിയിൽ കർത്താവ് അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ആത്മാവിൽ അവളെ വിവേചിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് സത്യം തന്നെ. പക്ഷേ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. ശ്രദ്ധിച്ചേ, അപ്പൊ ഈ സ്ത്രീ നിസാരക്കാരിയല്ല. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചവളാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവും അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ജീവിതത്തിനകത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവളെ ഒരു തെറ്റുകാരി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവൾ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു സ്ത്രീ. അവളുടെ ലൈഫ് പരാജയമായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, 5 ഭർത്താക്കന്മാര് നിനക്കൊണ്ട്, അതൊന്നും ഈ 5 പേര് നിന്റെ ലൈഫിൽ ശരിയായിട്ട് വരാത്തത് കൊണ്ട് 6ാമതൊരുത്തൻ ഇപ്പൊ നിന്റെ കൂടെയുണ്ട്, പക്ഷെ അവൻ നിന്റെ ഭർത്താവുമല്ല. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, വ്യക്തിപരമായി അവളുടെ ജീവിതത്തെ തൊട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞപ്പോ സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ശ്രദ്ധിച്ചേ, അവളുടെ ലൈഫിൽ അവൾ ഫേസ് ചെയ്ത പ്രതിസന്ധികളെ കുറിച്ച് കർത്താവ് അവളോട് സംസാരിച്ചപ്പോൾ അവൾ വിചാരിച്ചു, ആരാണ് അവിടെ ആ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ, ആ ടോക്കിനകത്ത് വന്ന ഫസ്റ്റ് എക്സ്പീരിയൻസിൽ അവൾ ഇങ്ങനെ മനസ്സിലാക്കി, ഇവൻ ഒരു പ്രവാചകനാണ്. ഹല്ലേലൂയ. നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറയുന്നു. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാൻ, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലും അല്ല എന്ന നാഴിക വരുന്നു. ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആരാധനയുടെ തലം മാറിപ്പോ
പോകുന്നതിനെ കുറിച്ചൊക്കെ ഈ സ്ത്രീയോട് പറയാണ്. ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ കൈമാറാനുള്ള എന്ത് ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയാണ് ഈ സ്ത്രീയിൽ കർത്താവ് കണ്ടത്. ഒരു കാര്യം കർത്താവിന് അറിയാമായിരുന്നു, ഇവളൊരു സാധാരണക്കാരിയായ സ്ത്രീയല്ല, ഇവളെ കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് കർത്താവ് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അവൾ വെള്ളം കോരാൻ വരുമെന്ന് 6 മണി സമയത്ത് 6-ാം മണി സമയത്ത് അവൾ കോരാൻ വരുമെന്ന് അറിഞ്ഞ് യേശു ആ ഉറവിനരികെ അവളെ കാത്തിരിക്കുകയായിരുന്നെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ രാവിലെ ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. ദൈവമക്കളെ, നമ്മളെയൊക്കെ പിടിച്ചെടുത്ത, നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തെയൊക്കെ അതേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിപ്പിക്കുവാൻ, അതെ ഹല്ലേലൂയ, ദാഹത്തിനു വേണ്ടി വെള്ളം കോരാമെന്നല്ലേ ഭൗതികമായ ഒരാവശ്യവുമായിട്ട് വന്ന അവളെ വെയിറ്റ് ചെയ്ത് അതെ കർത്താവ് അതെ അവിടെ ഇരുന്നെങ്കിൽ ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ ആരാധനയെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൾ സംസാരിക്കുമെങ്കിലും ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ട ആ സ്ത്രീയെ വെയിറ്റ് ചെയ്ത് അവളുടെ ജീവിതത്തെ പണിതെടുക്കാൻ, ദൈവത്തിന് പ്രയോജനമുള്ളതാക്കുവാൻ അവളെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇന്ന് അതെ രാവിലെ കാല യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവകൃപ അനുഭവിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി എത്രയധികം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ നാം സേവിക്കുന്നത്. ശ്രദ്ധിച്ചേ, ആ സ്ത്രീയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത അതെ ഒരു സമൂഹത്തിന്റെ നടുവിൽ അതെ ഹല്ലേലൂയ അവളുടെ വ്യക്തി ജീവിതത്തെ സ്പർശിക്കത്തക്ക നിലകളിൽ തന്നെ കുറിച്ച് പിതാവാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവ പദ്ധതിയെ കുറിച്ച് അവളോട് പറയാൻ തക്കവണ്ണം അവളെ സെലക്ട് ചെയ്ത ദൈവ സ്നേഹത്തിനായി ഞാൻ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു പറയുകയാണ്, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല അതെ ദൈവത്തെ ആരാധിക്കേണ്ടെന്ന് വരുന്ന അതെ ഹല്ലേലൂയ ഒരു നാഴിക വരുവാൻ പോകുകയാണ്. ശ്രദ്ധിച്ചേ, കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പരമയാഗം നിമിത്തം സകല മാനവജാതികൾക്കും ആത്മാവിന്റെ നിറവിൽ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുമെന്നുള്ള അതെ ദൈവ ഹൃദയത്തിലെ മറഞ്ഞിരുന്ന മർമ്മം എന്ന് വെച്ചാൽ ജാതികളുടെ വീണ്ടെടുപ്പ്, യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നെന്ന്, മശിഹയായി വരുന്നെന്ന് ധരിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ നടുവിൽ ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിനു വേണ്ടി അത് ജാതികളിലേക്ക് ഒരു രക്ഷയുടെ തിരിവുണ്ടാകുമെന്ന ദൈവിക മർമ്മത്തെ അവളോട് കൈമാറാൻ അതെ ആ ഫസ്റ്റ് ഹല്ലേലൂയ എന്താ പറയുന്നത്, ഫസ്റ്റ് അതെ അവളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ അതെ കർത്താവ് അവളെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽ എന്റെയും നിന്റെയും അതെ ഹല്ലേലൂയ ഹിസ്റ്ററി നോക്കിയിട്ടോ അതെ സാഹചര്യം നോക്കിയിട്ടോ നമ്മുടെ പശ്ചാത്തലം നോക്കിയിട്ടോ അല്ല, അവന്റെ മഹാസ്നേഹം നിമിത്തം നമ്മെ തിരഞ്ഞെടുത്ത ദൈവ കരുണയ്ക്കായി ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന അതെ ഹല്ലേലൂയ പാപികളോടും അത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നെന്ന് പോലും കർത്താവിനെ ഒരു കാലഘട്ടത്തിൽ ജനം വിലയിരുത്തിയപ്പോൾ ഇന്ന് പക ദൈവവൈതലെ നമ്മുടെ ക്വാളിറ്റികൾ, ക്വാളിഫിക്കേഷനുകൾ അതെ നമ്മുടെ അതെ പശ്ചാത്തലങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ കൃപയിലേക്ക് വരുവാൻ എനിക്കും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവന്റെ ആർദ്ര കരുണയാൽ അതെ നമ്മെ കണ്ടെത്തിയ ദൈവ സ്നേഹത്തിന് ഇന്ന് രാവിലെ കരങ്ങളെ അടിച്ച് ഇരിക്കുന്ന ഇടത്ത് അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. കർത്താവെ നന്ദി പറ. അനേകർക്ക് ലഭിക്കാത്ത ഈ ദൈവിക ഭാഗ്യം, ഈ പദവി, അങ്ങയുടെ മകളാകുവാൻ, മകനാകുവാൻ, അങ്ങയുടെ ഈ പദ്ധതിയിലേക്ക് വരുവാൻ, നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക്, നിത്യജീവനിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ ഇന്ന് രാവിലെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങയെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കാൻ ഒത്തിരി ഒന്നും വേണ്ട. എന്റെ നിന്റെ ജീവിതത്തെ ദൈവം തിരഞ്ഞെടുത്തതോർത്താൽ മാത്രം മതി. അവനെ സ്തുതിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, യേശു കർത്താവ് പറയുകയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും അത് നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അത് എന്നെ നമസ്കരിക്കുന്നവർ അത് ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ
അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. ശ്രദ്ധിച്ചേ, ആരാധനയെ കുറിച്ച് കർത്താവ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചേ, അവരുടെ വെള്ളത്തെ കുറിച്ചുള്ള സംസാരം പോയി എവിടെ? ആരാധനയിൽ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ സംസാരത്തിൽ കർത്താവ് പറയുകയാണ്, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാനുള്ള ദൈവാരാധനയുടെ വെളിപ്പാട് ആ സഹോദരിക്ക് കർത്താവ് അവളുടെ ഫസ്റ്റ് കൂടിക്കാഴ്ചയിൽ അവളോട് കൈമാറുമ്പോൾ സ്ത്രീ അവനോട് പറയുകയാണ്, മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും. ശ്രദ്ധിച്ചേ, ഇവക്ക് വചനവും പ്രമാണവും ഒക്കെ അറിയാം, കാര്യങ്ങളൊക്കെ ഇവക്ക് അറിയാം. ഹല്ലേലൂയ. പക്ഷെ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് അവളുടെ ലൈഫിനകത്ത് ആ അറിയാവുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെട്ടില്ല. മശിക വരുമെന്ന് ഇവക്കറിയാം, വരുമ്പോൾ സകലതും അറിയിച്ചു തരുമെന്നെല്ലാം ഇവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഭൗതികമായ ഒരു അറിവായി അവൾ നിൽക്കുമ്പോൾ ആ അറിവ് അവൾക്ക് പ്രയോജനമാകേണ്ടതിന് കർത്താവ് അവളെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ജീവിതത്തെ പരാജയപ്പെട്ട അനുഭവത്തെ, അവളുടെ വ്യക്തിപരമായ ജീവിതത്തെ കർത്താവ് സ്പർശിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അപ്പോൾ യേശു അവളോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹയാകുന്നു. തിരുവചനം അരിച്ചു പെറുക്കിയാൽ ഇത്രത്തോളം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, മാനവജാതിയുടെ വിടുതലിന് വേണ്ടി മശിഹയായിട്ട് വരുന്ന ആ പുത്രത്വത്തെ ഇതുപോലെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തതായി ദൈവവചനത്തിനകത്ത് നാം കാണുന്നില്ല. പക്ഷേ ആ സഹോദരിയോട് ഈ ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മം താൻ ക്രിസ്തുവാകുന്നെന്ന് ഡയറക്റ്റ് പോയി അവൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ എന്ത് യോഗ്യതയാണ് ആ സഹോദരിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി കഷ്ടത്തിലൂടെ അവൾ പോയവളായിരിക്കാം. നമുക്കറിയാമല്ലോ, ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ജീവിതം പരാജയപ്പെട്ടാൽ അടുത്തൊരു ജീവിതം തെരഞ്ഞെടുക്കാൻ പല സ്ത്രീകളും മടിക്കും, ഇല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ജീവിതത്തിലെ കഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജീവിത പങ്കാളികളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഹല്ലേലൂയ ക്ഷമിക്കുവാനോ സഹിക്കുവാനോ കഴിയാതെ സ്വയം പര്യാപ്തതയിലേക്ക് പോയ ഒരു തലമുറ. ഹല്ലേലൂയ. അതെല്ലാം നല്ലതാണ്. പക്ഷേ കുടുംബ ജീവിതം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ, കുടുംബത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തിന്റെ മുൻപാകെയും ദൈവഭക്തന്മാരാൽ പ്രാർത്ഥനയിൽ യോജിപ്പിക്കപ്പെട്ടവർ പോലും അതിനെ മറികടന്നുകൊണ്ട് ഹല്ലേലൂയ സ്വയം ഹിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് ഞാൻ അതിന്റെ വിഷയമല്ലെങ്കിൽ ഞാൻ പറയാ, ദൈവമക്കളെ, കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമാണ്. അതിനെ പൊളിച്ചു കളയാൻ ഒരു മനുഷ്യനെ, ഒരു പൈശാചിക മണ്ഡലത്തെ നാം അനുവദിപ്പാനിടയാകില്ല. ശ്രദ്ധിച്ചേ, ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ മൂല്യച്യുതിക്കല്ലെ തകർച്ചയ്ക്ക് വീഴ്ചയ്ക്ക് കാരണം ഒരു കുടുംബം പൊളിയപ്പെട്ടതാണ്. കാരണം ആദാമിനെ ഹൗവയും ഏദൻ തോട്ടത്തിനകത്ത് ദൈവം ആക്കി വെച്ചു. ആ തോട്ടത്തെ കാവൽ ചെയ്യാനും തോട്ടത്തെ സംരക്ഷിക്കുവാനും ഹല്ലേലൂയ അതിനകത്തു വേല ചെയ്യുവാനും ആക്കി വെച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ വായിക്കുന്നു, ആ തോട്ടത്തിനകത്ത് അവരുടെ മിസ്റ്റേക്ക് നിമിത്തം പൈശാചിക ശക്തി അതിനകത്തു പ്രവേശിച്ച് ഹല്ലേലൂയ പാമ്പിൽ പ്രവേശിച്ച് ഹൗവയുടെ അടുക്കൽ വന്ന് അവളോട് സംസാരിച്ച് അവളെ ദൈവകൃപയിൽ നിന്ന് മറിച്ചു കളയാനിടയായി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആദാമിന്റെ അഭാവത്തിലാണ് പാമ്പ് അവളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയത്. ശ്രദ്ധിച്ചേ, ഇൻലീഗലായിട്ടുള്ള ഒരു ചോക്ക് അവിടെ ലൈഫിനകത്തേക്ക് കയറി വന്നപ്പോൾ പതിയെ 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 ഹൗവയെ സാത്താൻ മറിച്ചു കളഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചൊരു കാര്യമായിരിക്കത്തില്ല. കാരണം പല ദിവസങ്ങളിൽ ഈ പാമ്പ് വന്ന് സംസാരിച്ചു കാണും, പല കാര്യങ്ങൾ പറഞ്ഞു കാണും. പക്ഷെ ഒരു ദിവസം അവളെ ദൈവകൃപയിൽ നിന്നും ദൈവകൽപ്പനയിൽ നിന്നും മറിച്ചു കളയത്തക്ക നിലകളിൽ അവിടെ വിശ്വാസം, അവിടെ ഹൃദയവും നേടിയെടുത്തുകൊണ്ട് അവളെ സ്വാധീനിച്ച് ആ കുടുംബത്തെ പൊളിക്കാനിടയായി. കാരണം ഹല്ലേലൂയ ആ സ്ത്രീ തിന്നു, തിന്നിട്ട് ഹല്ലേലൂയ തന്റെ ഭർത്താവിനും കൊടുത്തു കഴിഞ്ഞ് ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടവരായി, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. ഹല്ലേലൂയ ആത്മീയ മരണം അവരിൽ ബാധിച്ചപ്പോൾ യഹോവയായ ദൈവം പതിവ് പോലെ വെയിലാറുന്ന സമയത്ത് തോട്ടത്തിൽ മനുഷ്യന്
മനുഷ്യനുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നപ്പോൾ മനുഷ്യനെ കണ്ടില്ല. അവിടെ വായിക്കുന്നു, മനുഷ്യൻ അതെ വൃക്ഷത്തിന്റെ മറവിൽ നഗ്നനാകൊണ്ട് അതെ ഒളിച്ചു കളഞ്ഞു. യഹോവയായ ദൈവം അവനെ വിളിച്ചു, മനുഷ്യ നീ എവിടെ, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ നഗ്നനാകൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച്, പാപം നിമിത്തം വന്ന നഗ്നത അതെ അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് അവരെ അകറ്റിക്കളഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു, സ്വർഗത്തിലെ ദൈവം അവരെ ചോദ്യം ചെയ്തപ്പോൾ ഹല്ലേലൂയ അതെ ഹല്ലേലൂയ ആദാമിനോട് ചോദിച്ചു, അതെ എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ശ്രദ്ധിച്ചേ, അവിടെ അതെ ഹല്ലേലൂയ ക്ലാഷ് ഉണ്ടായി. അവരുടെ ജീവിതത്തിനകത്തൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായി. സ്ത്രീയോട് ചോദിച്ചു പറഞ്ഞു, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. അങ്ങനെ ആ കുടുംബത്തെ അവിടെ നിന്ന് ദൈവിക പൊസിഷനിൽ നിന്ന് ദൈവ പദ്ധതിക്കകത്തു നിന്ന് അതെ പുറത്താക്കപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആദ്യത്തെ ഒരു തലമുറ ജനിച്ചു, കായീൻ. ഹല്ലേലൂയ വചനം ഇങ്ങനെ വായിക്കുന്നു, കായീൻ അതെ പിശാചിൽ നിന്നുള്ളവൻ എന്നാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചേ, രണ്ടാമതൊരു തലമുറ ജനിച്ചു, ഹാബേല്. ആരാധനയ്ക്ക് ദൈവ പദ്ധതിക്ക് വേണ്ടി അവൻ വില കൊടുത്ത് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ തലമുറ രണ്ടാമത്തെ തലമുറയെ കൊന്നുകളഞ്ഞു. ശ്രദ്ധിച്ചേ, ആദ്യത്തെ കുലപാതകം ആ വീട്ടിൽ നടമാടി. സ്വന്തം സഹോദരനെ വയലിൽ കൊണ്ട് ചെന്നുപോയി അതെ കൊന്നുകളയാൻ മടിയില്ലാത്ത ഒരു കൈൻ ഉണ്ടായി. കാരണം ശ്രദ്ധിച്ച, കുടുംബത്തിന്റെ തകർച്ച പോകുന്നത് നോക്കി. ഇന്ന് പ്രഭാതത്തിൽ കുടുംബത്തിനും കുടുംബ ജീവിതത്തിനും പ്രാധാന്യമുണ്ട് കേട്ടോ. അതിനെ ഉടച്ചു കളയാൻ, തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നോക്കി ഇന്ന് രാവിലെ വിളിച്ചു പറ, കർത്താവേ അത് ഈ പരാജയങ്ങളെ ഒന്ന് പരിഹരിക്കണമേ. അതാ നിന്റെ ലൈഫിനകത്ത് നിന്റെ ജീവിത പങ്കാളിക്ക് ഒരു പ്രശ്നം വന്നു, ഒരു പരാജയം എന്നല്ല, ഒരു പ്രശ്നം വന്നു, ഒരു തകർച്ച വന്നു. അതിനെ ദൈവ സന്നിധിയിൽ കൊണ്ടുപോയി പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടാത്തൊരു വിഷയവുമില്ല. ഹല്ലേലൂയ അതെ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് അതെ ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനത്തിൽ അതെ മുംബൈയിൽ അതെ ആയിരുന്ന ഒരു കർത്താവിന്റെ ദാസ ഒരു സഹോദരൻ അതെ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. തന്റെ കുടുംബ ജീവിതം തകർന്ന്, കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു അതെ സഹോദരനാണ്. ഹല്ലേലൂയ കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സായി വളരെ തകർക്കപ്പെട്ട അനുഭവത്തിലാണ് താൻ കടന്നു വന്നപ്പോൾ ആ സഹോദരനോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ കുടുംബജീവിതം ഞാൻ മടക്കി തരും. കോർട്ടിൽ അവർ ഡിവോഴ്സ് ആയവരാണ്. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ദൂത് പറഞ്ഞു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം എനിക്കൊരു കോൾ വന്നു. US നിന്നാണ് ആ സഹോദരൻ എന്നെ ആ അച്ചായൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി എന്നെ ഓർക്കുന്നുണ്ടോ, ഞാൻ ഇന്നയാളാണ്. അതെ ഹല്ലേലൂയ അതെ അന്ന് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ എന്റെ കുടുംബ ജീവിതം മടക്കി ലഭിച്ചു. ദീർഘ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ താൻ അവിടെ ചെന്ന് താൻ ജോലി ചെയ്തു. ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ എപ്പോഴും തന്റെ വൈഫിനെ താൻ വിളിക്കുമെന്ന്, പക്ഷെ ആ കോൾ അവർ അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതെ ഹല്ലേലൂയ ദൈവം അവരെ അതെ യോജിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ അതെ ഹല്ലേലൂയ അവരെ കണ്ട് ആ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയായി. ഹല്ലേലൂയ ഞാൻ പറഞ്ഞതിന്റെ കാരണം കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ്. അത് ദൈവത്തിന്റെ ആത്മാവിനാൽ പരിഗണിക്കപ്പെടേണ്ട. കുടുംബം തകർന്നാൽ തലമുറകൾ തകർക്കപ്പെടും. ശ്രദ്ധിച്ച്, കുടുംബത്തിന്റെ ഐക്യത പോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അടുത്ത ജനറേഷനെയാണ്. എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ സെപ്പറേറ്റ് ആയി അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവർ സ്ട്രഗിളുകൾ അനുഭവിക്കുമ്പോൾ ഇന്ന് രാവിലെ ഭയത്തോടെ പ്രാർത്ഥിക്കട്ടെ. തകർച്ചകൾ അനുഭവിക്കുന്നതിന് വേണ്ടി ജീവിത പങ്കാളികളോട് ക്ഷമിക്കാൻ, അവർക്ക് വേണ്ടി ഇടിവി നിൽക്കാൻ പ്രാർത്ഥിക്കാൻ, കുടുംബത്തെ ആത്മാവ് റെസ്റ്റോർ ചെയ്ത് മടക്കി പിടിക്കാൻ ഇന്ന് രാവിലെ ഒരു അഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. അതെ ഇതൊന്നും ഞാൻ പറയാൻ ഇന്നലെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ഇത് പറയിപ്പിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ കാലം ഏതെങ്കിലും തകർച്ചകളുടെ നടുവിലിരിക്കുന്നവര് അതെ ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കഴിവില്ലെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ ഹല്ലേലൂയ പണിയുന്നവനാകുന്ന എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ പോകുകയാണ്. ശ്രദ്ധിച്ച്, ഈ സഹോദരി 5 ഭർത്താക്കന്മാർ ഇവൾക്കുണ്ടായിരുന്നു. പക്ഷേ
ഇവിടെ ലൈഫിനകത്ത് അത് ഇപ്പോഴും അവ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവിടെ ജീവിതത്തിന് ഒരാൾ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ജീവിതം പരാജയമായതുകൊണ്ട് കർത്താവിന് അവളോട് മനസ്സലിവ് തോന്നി. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഒറ്റയടിക്ക് ഇവളോട് പറയാൻ പയ്യാണെങ്കിൽ അതെ നമുക്കറിയാം എങ്ങനെ ഇവളോട് ഇത് അതെ പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ടെന്ന് പറയാം. പക്ഷേ അവളുടെ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ താൻ മശിഹ എന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, അവളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അവൾ ഒരു വലിയ വില അവളുടെ ലൈഫിൽ കൊടുത്തു കാണും. വലിയ കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നുപോയി കാണും. ഇന്ന് രാവിലെ കഷ്ടപ്പെടുന്നവരെ, പകർച്ച അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, ഇന്ന് പകൽക്കാലം നീ ഏത് ആഴത്തിന്റെ കുഴിയിൽ പോയാലും, ഏത് തകർച്ചയിലേക്ക് നീ പോയാലും അവിടെ നിന്ന് നിന്നെ മടക്കി പിടിച്ച് അതെ ഹല്ലേലൂയ നിന്റെ മേൽ അവന്റെ വാഗ്ദത്തത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാൻ, ആള് മാറിയവരെ പോലെ നമ്മെ ആക്കുവാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ശ്രദ്ധിച്ച ആ സഹോദരിയോട് അതെ കർത്താവ് അവളുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ അവളെ തന്നെ കണ്ടു. അവൻ ഞെട്ടിപ്പോയി. അവൾ എന്ത് ചെയ്തു? അടുത്ത നിമിഷം അവൾ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നു ഹല്ലേലൂയ, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ നിന്ന് ജനങ്ങളോട് അത് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണും. വിശ്വസിച്ച് വെള്ളം കോരാൻ വന്നവളാ. പക്ഷേ യേശു പറഞ്ഞതുപോലെ നിത്യജീവന്റെ ഉറവ അവളിലേക്ക് അല്പനിമിഷം ഒഴുകിയപ്പോൾ ഭൗതികമായ വെള്ളത്തിന് വേണ്ടി അവൾ കൊണ്ടുവന്ന ആ പാത്രം അവിടെ വെച്ചു. ശ്രദ്ധിച്ച്, നിത്യതയുടെ ആഴമേറിയ വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ ഭൗതിക തലങ്ങളിൽ ഒരിക്കലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ ബാക്കിൽ വന്നോളും. വചനം പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ഇതൊക്കെയും നമുക്ക് പിന്നാലെ നമ്മുടെ ലൈഫിനകത്ത് വന്നു ചേർന്നോളും. നന്മയും കരുണയൊക്കെ ആയുഷ്കാലം നമ്മെ പിന്തുടർന്നോളുമെന്നേ. നിന്റെ പോക്ക് കറക്റ്റ് ആണെങ്കിൽ, നീ റൈറ്റ് വേയിലാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാ, നീ നന്മയുടെ പുറകെ ഓടണ്ട, നീ കരുണയ്ക്ക് വേണ്ടി നീ പുറകെ ഓടണ്ട. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. നീ അതിന്റെ പുറകെ പോകണ്ട. ഒരു പക്ഷേ ഒരു വിടുതലിന് വേണ്ടി, ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നീ. പക്ഷേ ഇന്ന് രാവിലെ കാലം അവന്റെ രാജ്യവും നീതിയും അത് നീ അന്വേഷിക്കാൻ തയ്യാറാക. ഇതൊക്കെ നിന്റെ പിന്നാലെ നിന്നെ ഫോളോ ചെയ്തു വരാൻ പോകുകയാ. കർത്താവിനോട് പറയുന്നു, ഭൗതിക മേഖലയ്ക്കകത്ത് അത് ജീവിതത്തിനകത്ത് സ്ട്രഗിളിനകത്തുകൂടെ കടന്നു പോകുന്ന ചിലര് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭാരപ്പെട്ടു പോകേണ്ട, നീ ശരിയായ റൂട്ടിൽ അത് കർത്താവിനെ നീ ഫോളോ ചെയ്യ്. നിന്റെ പിറകെ നന്മ അത് നീ പോലും അറിയാതെ പിറകെ വന്ന് നിന്നെ അത് ഓവർടേക്ക് ചെയ്ത് നിന്റെ ജീവിതത്തിനകത്ത് അത് വിടുതലായി ഭവിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധിച്ച്, ഈ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു, അതെ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, ഈ അതെ പട്ടണക്കാരോട് പറഞ്ഞു, ഞാൻ ഒരുത്തനെ കണ്ടു, എന്റെ കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ പറഞ്ഞു, അതെ ഹല്ലേലൂയ, അവൻ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പട്ടണത്തിൽ നിന്ന് അതെ ശിഷ്യന്മാര് തിരിച്ചു വന്നപ്പോൾ ഈ സ്ത്രീയോട് സംസാരിക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു. ഹല്ലേലൂയ. എന്താണ് ഇവർ സംസാരിക്കുന്നതെന്ന് കർത്താവ് അവർ അത്ഭുതപ്പെടുവാൻ തക്കവണ്ണം. എന്നാൽ തിരുവചനം വായിക്കുന്നു, അതിന്റെ ബാക്കി വാക്യമാണ് നമ്മൾ വായിച്ചത്. അങ്ങനെ ശമര്യരെ അവന്റെ അടുക്കൽ വന്ന് അത് ഹല്ലേലൂയ തങ്ങളോട് പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. 39 വാക്യം, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അത് ഏറ്റവും അധികം പേര് അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ശ്രദ്ധിച്ചേ, യേശുവിന്റെ വചനത്തിന് വേണ്ടി, യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശമര്യയിൽ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുവാൻ അനേക കരുത്തന്മാർ, കഴിവുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പട്ടണത്തെ ക്രിസ്തുവിന് വേണ്ടി ആത്മാവിൽ പിടിച്ചെടുക്കാൻ ആ ശമര്യക്കാരി സ്ത്രീയുടെ അതരത്തെ കർത്താവ് പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ നിന്റെ പശ്ചാത്തലമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. യേശു മശിഹയാണ്, ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട് അവൾ അവിടെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് ആത്മാവിൽ അത് തിരിച്ചറിയാൻ
പറയുവാൻ തയ്യാറായപ്പോൾ ഏറ്റവും അധികം പേര് വിശ്വസിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ഒരു വാതിൽ തുറക്കാൻ ആ സഹോദരിയെ ദൈവം ഉപയോഗിക്കാനിടയായി. അത് ഇന്ന് പകൽക്കാലം അത് കർത്താവിന്റെ ആത്മാ പറയുന്നു, അത് ഹല്ലേലൂയ, എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു വിളി കിടപ്പുണ്ട്. അതിന് നമ്മുടെ പാസ്റ്റ് എന്തെന്ന് ദൈവത്തിന് വിഷയമല്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ദൈവത്തിന് വിഷയമല്ല. മസിക എന്ന മർമ്മം അവൾ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തപ്പോൾ ഒരു പട്ടണം മുഴുവൻ യേശുവിന്റെ വാക്കിന് മുൻപിൽ മുട്ടുമടക്കാൻ ഇടയായിട്ട് പട്ടണക്കാർ വന്ന് പറയുകയാണ്, നീ ഞങ്ങളോടുകൂടെ പാർക്കണം. ശ്രദ്ധിച്ചേ, അത് യേശു അവളെ മാത്രമല്ല കണ്ടത്, അവളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു പട്ടണത്തെ കർത്താവ് കാണുവാനിടയായി. ആ പട്ടണം മുഴുവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ പറയാ, ഒന്ന് നീ സമർപ്പിച്ചു കൊടുത്താൽ അത് നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക സ്പർശനം അനേകരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ഒരത്ഭുത വിഷയമായി എന്റെ ദൈവം എന്നെ നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. ദൈവമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ആ സഹോദരിക്ക് കുറച്ച് സമയത്തെ ഒരു സംസാരത്തിനിടയിൽ ആ ഒരു വലിയ കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും എത്രയധികം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഈ തലമുറയിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ, ചിലരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ, ചിലരെ കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കാൻ ആത്മാവിന്റെ കരുത്തോടെ. കാരണം ആ സ്ത്രീയെ എല്ലാവർക്കും, ശമര്യക്കാർക്ക് അവളുടെ പാസ്റ്റ് അറിയാം, അവൾ എന്തായിരുന്നു എന്നറിയാം. പക്ഷേ അവളുടെ വാക്ക് നിമിത്തം അവര് വിശ്വസിച്ച് യേശുവിന്റെ അടുക്കൽ വരണമെങ്കിൽ അതുപോലൊരു മാറ്റം അവളുടെ ലൈഫിൽ, അവളുടെ സംസാരത്തിൽ, അവളുടെ ജീവിതത്തിൽ, അവളുടെ നിലപാടുകളിൽ പട്ടണം കണ്ടപ്പോൾ അവൾ അംഗീകരിച്ച ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവളുടെ വാക്ക് കേട്ട ഒരു പട്ടണം അവിടെ കടന്നു വരും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, സുവിശേഷത്തിന്റെ ഒരഭിഷേകം ആ സഹോദരിയുടെ മേൽ വ്യാപരിച്ചത് കൊണ്ട് പട്ടണക്കാരവളുടെ വാക്ക് കേട്ടു. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവരെ, തിരഞ്ഞെടുപ്പുള്ളവരെ, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കാൻ ദർശനമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, സുവിശേഷത്തിനായ ഒരു അഭിഷേകം എന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ കൈമാറണമേ. ചിലരെ കർത്താവിന്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അവൾക്ക് ലഭിച്ച വിടുതൽ അവൾ മറച്ചു വെക്കാതെ മറ്റുള്ളവരിലേക്ക് അവൾ പകർന്നു കൊടുത്തതുപോലെ ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്ക് ലഭിച്ച പേഴ്സണൽ എക്സ്പീരിയൻസ് മറ്റൊരു വ്യക്തികളോട് ഷെയർ ചെയ്യുവാൻ, ദൈവരാജ്യത്തിന്റെ വക്താക്കളായി നിലകൊള്ളുവാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ദൗത്യത്തിന് വേണ്ടി വിളിയുള്ള ചിലര് എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടോ? അവരോട് ദൈവാത്മാവിൽ ഞാൻ പറയാ, നിന്റെ വാക്ക് കേട്ട് ചില പട്ടണങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ പോകുകയാ. ഒരു പക്ഷേ ഇടുങ്ങിയ സാഹചര്യത്തിനകത്തായിരിക്കാം നീ ആയിരിക്കുന്നത്, പക്ഷേ നിന്റെ ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കാൻ പോകുകയാ. ജീവിതം പരാജയപ്പെട്ടവൾ, ഒരുപക്ഷെ അവളുടെ മുൻപുള്ള സംസാരം അവളുടെ പരാജയത്തിന്റെ കാര്യം മാത്രമായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ, അവളുടെ വാക്കുകളിൽ, അവളുടെ ജീവിതത്തിൽ വന്ന ദൈവിക സ്പർശനം ദേശം തിരിച്ചറിഞ്ഞതുപോലെ കർത്താവിനോട് പറയുന്നു, മറ്റുള്ളവർ കാണത്തക്കവണ്ണം, തിരിച്ചറിയത്തക്കവണ്ണം, മനസ്സിലാകത്തക്കവണ്ണം ചില പ്രത്യക്ഷമായ വിടുതലുകൾ, മാറ്റങ്ങൾ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ, ചില വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പകരുവാൻ പോകുകയാ. കർത്താവിനോട് വീണ്ടും പറയുന്നു, തകർന്ന് കിടക്കുന്ന ചിലരെ റെസ്റ്റോർ ചെയ്യുക, തകർന്ന് കിടക്കുന്ന ചില കുടുംബങ്ങൾ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാവിലെ ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. ഇനി ഈ സ്ത്രീ രക്ഷപ്പെടത്തില്ല, അവളുടെ ജീവിതം പരാജയമായി എന്ന് വിധി എഴുതിയ ഒരു ദേശത്ത് അവളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റിയതുപോലെ നിന്റെ ദേശം, ചുറ്റുപാടുകൾ നിന്നെ നോക്കി തകർച്ച നിന്നിൽ കാണുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, ഇനി അവര് കാണാൻ പോകുന്നത് നിന്റെ തകർച്ചയല്ല, നിന്റെ വിടുതൽ അവര്
ഭാവിയിൽ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ മശിക ദൈവപുത്രനെന്ന് തിരിച്ചറിഞ്ഞ ആളുകളുടെ എല്ലാ ലൈഫ് കർത്താവ് മാറ്റിമറിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ പരിചയപ്പെടുത്താനുണ്ടെങ്കിലും ചില ആളുകളെ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെച്ചിട്ട് ഈ ശുശ്രൂഷകൾ ഞാൻ ദൈവാത്മാവിൽ അത് അവസാനിപ്പിക്കുവാൻ അത് താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ചുരുക്കം ചില വ്യക്തി ജീവിതങ്ങളാണ് ഈ നിലകളിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായത്. ഒരിക്കൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു അതെ ഹല്ലേലൂയ എരിഹോവിലെ അതെ ഹല്ലേലൂയ വഴിയിലൂടെ താൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഇതുപോലെ ബൈ ചാൻസിൽ കടന്നു പോയതാണ്. കടന്നു പോകുമ്പോൾ അതെ എരിഹോ പട്ടണത്തിനകത്ത് അതെ ഒരു കുരുടനാകുന്ന മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ട്, അവന്റെ പേരാണ് തിമായിയുടെ മകനാകുന്ന ബർത്തിമായി. ഹല്ലേലൂയ. ഇവൻ പട്ടണത്തിന്റെ അരികിലിരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദീർഘനാളുകളായി ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അവിടെ വായിക്കുന്നു അതെ ഹല്ലേലൂയ അന്നുള്ളതിൽ നിന്ന് അതെ എല്ലാ ദിവസവും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അന്നവൻ അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹുപുരുഷാരത്തിന്റെ ശബ്ദം അവന്റെ ചെവിയിൽ കേട്ടു. പട്ടണത്തിനകത്തൂടെ കടന്നു പോകുന്ന ശബ്ദം. കാരണം ഹല്ലേലൂയ ഈ ഭിക്ഷ യാചിക്കുന്ന ആളുകൾക്ക് കണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും വരുന്ന ആളുകളെ സെൻസ് ചെയ്യാനുള്ള കഴിവ് അതെ അവർക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പോകുന്ന ഇവർക്ക് സന്തോഷമാണ്. കാരണം അത് ഒരു തുട്ട് കൂടുതൽ ഇവർക്ക് കിട്ടുമല്ലോ. ഹല്ലേലൂയ. എന്നാൽ ബഹുപുരുഷാരം ഇളകി വരുന്ന ശബ്ദം കേട്ട് അടുത്തിരുന്നവരോട് ഈ മനുഷ്യൻ ചോദിച്ചു കാണും, ഇത് ആരാണ് വരുന്നത്? അവര് പറഞ്ഞു, യേശുവാണ്. അത് നസ്രയനായ യേശു ഇതിലെ വരുന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അതെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ അന്തരാത്മാവിൽ അത് താൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു, അത് സാധാരണ ഒരു മനുഷ്യനല്ലേ വരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വായിക്കുന്നു, ഇവൻ അതെ അതെ ജനിച്ചപ്പോ തൊട്ട് കുരുടനാണോ എന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഇവിടെ വായിക്കുന്ന അവന്റെ പേര് ഇങ്ങനെയാണ്, തിമായിയുടെ മകനായ ബർത്തിമായി. അതെ ബർത്തിമായി എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം മാന്യന്റെ മകൻ എന്നാണ്. തിമായി എന്ന് വെച്ചാൽ മാന്യൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാന്യന്റെ മകനായി ജനിച്ചവനാണ്. അവന്റെ പേര് തന്നെ മാന്യന്റെ മകൻ എന്നാണ്. പക്ഷേ ഇവിടെ വായിക്കുന്നു, ഒരു മാന്യതയും ഇല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടത്തക്കവണ്ണം അതെ ഹല്ലേലൂയ നാശപട്ടണം എന്നറിയപ്പെടുന്ന ആ എരിഹോവിന്റെ വഴിയരികിൽ അവന്റെ ജീവിതം ഭിക്ഷയാചിച്ച് തീരുമ്പോൾ ആ പുരുഷാരം പറഞ്ഞതനുസരിച്ച് അതെ നസ്രയനായ യേശു ഇതിലെ വരുന്നു. എന്നാൽ അവൻ ആത്മാവിൽ അകത്ത് അവന്റെ ഹൃദയത്തിനകത്തൊരു വെളിപ്പാടുണ്ടായി. അതെ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, അതെ ദാവീദിന്റെ പുത്രനാകുന്ന അതെ ക്രിസ്തുവാണ് ഈ വഴിയെ വരുന്നത്. അവന്റെ ചാൻസ് നഷ്ടപ്പെടുത്തിയില്ല. വചനം വായിക്കുന്നു, അവൻ ഉറക്കെ വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. വാസ്തവത്തിൽ കർത്താവ് അതിലെ വരുന്നെന്ന് കണ്ടപ്പോ ഭിക്ഷ യാചിക്കുന്ന കാര്യമില്ല, അവൻ മറന്നുപോയി. അതെ മറ്റെല്ലാം അവൻ മറന്നുപോയി. അവന്റെ അകത്തു പ്രാപിച്ച, പുറത്തെ കണ്ണന്തമാണെങ്കിലും അകത്തു പ്രാപിച്ച ആത്മീക വെളിപ്പാടിനകത്ത് ഒരുപക്ഷെ അവൻ മനസ്സിലാക്കി കാണൂ. കുരുടന്മാർ കാണും, ചെകിടന്മാർ കേൾക്കൂ, മുടന്തന്മാർ നടക്കൂ. അതെ ഹല്ലേലൂയ. മനം തകർന്നവരെ മുറികെട്ടുന്ന ബദ്ധന്മാരെ വിടുവിക്കുന്ന ദാവീദിന്റെ മുളയായവൻ പുറപ്പെട്ടു വരുമെന്ന പ്രവാചകന്മാരുടെ അതെ പ്രവചനങ്ങൾ ഒരു പക്ഷേ ഇവന്റെ അകത്ത് കോറിയിട്ട് കാണൂ. ആ പ്രവചന ശബ്ദങ്ങളെ അവൻ ആത്മാവിൽ വിവേചിച്ച് അതിനെ തിരിച്ചറിഞ്ഞ് നിലവിളിച്ചപ്പോൾ മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചവരുണ്ട്. വചനം വായിക്കുന്നു, അത് യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ അത് പലരും അവനെ മിണ്ടാതിരിക്കാൻ അതെ അവനോട് ആക്രോശിച്ചു. എന്നാൽ വചനം വായിക്കുന്നു, യേശു മുൻപോട്ട് പോയി എന്നിട്ടും അതെ ഹല്ലേലൂയ അവന്റെ വിളി നിർത്തിയില്ല. അതെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ വചനം വായിക്കുന്നു, അതെ യേശു കർത്താവ് അവിടെ നിന്നിട്ട് അതെ ഹല്ലേലൂയ അവനോട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞവരോട് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. കാരണം യേശുവിന്റെ അടുക്കലേക്ക് ഈ പുരുഷാരത്തെ അതിജീവിച്ച് ചെന്ന് തൊടാനുള്ള ഫിസിക്കൽ കപ്പാസിറ്റി മനുഷ്യനില്ല. എന്നാൽ രക്തസമക്കാരത്തെ സ്ത്രീ മറിച്ചാണ്. ന്യായപ്രമാണത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും അവൾ എന്ത് ചെയ്തു? പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടപ്പോഴാണ് ശക്തി പുറപ്പെട്ടത്. അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. കാരണം യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ആരോഗ്യം രക്തസ്രവക്കാരത്തേക്ക് അപ്പോൾ ഉണ്ട്. പക്ഷെ ഈ
മനുഷ്യന് ഈ പുരുഷാരത്തെ അതിജീവിച്ച് യേശുവിന്റെ അടുക്കൽ വരാൻ അവന്റെ കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ യേശു പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അവന്റെ ശബ്ദത്തെ തടഞ്ഞവരെ കൊണ്ട് തന്നെ അവനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞവൻ പുതപ്പും വിട്ട് കളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് അവനെ ആളുകൾ കൊണ്ടുചെന്നു. അവൻ സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ യേശുവിനെ അനുഗമിക്കുവാൻ, ദൈവകൃപയെ അവൻ അനുഭവിപ്പാൻ ഇടയായെങ്കിൽ ഇന്ന് രാവിലെ കാലം ദൈവവൈതലേ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു പക്ഷേ നിനക്ക് ഫിസിക്കലായി ഒരു ബലം നിന്റെ അകത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് കർത്താവ് ആരെന്നുള്ള അവന്റെ ശക്തിയുടെ വലിപ്പം എന്നുള്ള തിരിച്ചറിവിനകത്ത് ആത്മാവിൽ നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നെ എത്തിക്കേണ്ട മേഖലയിൽ എത്തിച്ച് നിനക്ക് വേണ്ട വിടുതൽ ചെയ്തു തരുവാൻ അവൻ ശക്തിയുള്ള കർത്താവാണ്. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നു പോകുന്നത് പോലെ ഭാവിച്ചെങ്കിലും ഒരു ദൈവപ്രവൃത്തി അവന്റെ മേൽ സംഭവിച്ചതുപോലെ ഇന്ന് രാവിലെ കാലം ആരൊക്കെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാലും, ആരൊക്കെ നിന്റെ ആദരം അടക്കി വെക്കാൻ നോക്കിയാലും, നിനക്ക് കിട്ടിയ സ്വർഗീയ വെളിപ്പാട് ഇന്ന് രാവിലെ ആത്മാവിൽ അതിനെ പ്രൊക്ലെയിം ചെയ്യുവാൻ, അതിനെ പ്രഖ്യാപിക്കുവാൻ ഈ രാവിലെ ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇന്ന് രാവിലെ ആ ദൈവ സാന്നിധ്യത്തോട് അടുത്തു വരാൻ ഒരു വശം നിന്റെ വീട്ടിലുള്ളവർ നിന്നെ വിലക്കുന്നുണ്ടായിരിക്കാം, നിന്റെ സമൂഹം നിന്നെ വിലക്കുന്നുണ്ടായിരിക്കാം, നിന്റെ ചുറ്റുപാടുകൾ ഈ കൃപയിലേക്ക് നീ കടന്നു വരാതിരിക്കാൻ നിന്നെ തടയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ രാവിലെ ആ തടയുന്ന മേഖലകളെ ആത്മാവിലൊന്ന് അതിജീവിക്കാൻ തയ്യാറായിക്കേ. നിന്റെ ചരിത്രം ദൈവം മാറ്റുവാൻ പോകുകയാ. മാന്യന്റെ മകനായിരുന്നവൻ പട്ടണത്തിൽ മാന്യതയില്ലാതെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു അവനെ കണ്ടെത്തി, അവന് സൗഖ്യം ലഭിച്ചു, അവനൊരു ദൈവ പ്രവൃത്തി ലഭിച്ചു എന്ന മാന്യത അവന് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ മാന്യരാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയൂ. നിനക്ക് നഷ്ടപ്പെട്ട മാന്യത മടക്കി തരുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശക്തിയുടെ കരം എനിക്കും നിനക്കും വേണ്ടി ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദേശത്തിന്റെ നടുവിൽ, ബന്ധുമിത്രാദി ചാർച്ചക്കാരുടെ നടുവിൽ ഹൃദയം തകർക്കുന്ന നിന്ന അനുഭവിക്കുന്ന ചിലര് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടോ? നിനക്ക് ലഭിച്ച ഈ സ്വർഗീയ വെളിപ്പാടിന്റെ പുറകെ നീ സ്റ്റെപ്പ് വെച്ചപ്പോൾ നിന്നെ മിണ്ടാതിരിക്കാൻ ശാസിച്ചവർ, നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുത്തില്ല എന്ന് വെല്ലുവിളിച്ചവർ നിന്നെ അപമാനിക്കുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, ചില നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം അവരെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി വാഗ്ദത്ത കനാനിൽ എത്താൻ കഴിയാതിരുന്നപ്പോൾ മിസ്രയീമ്യരുടെ നിന്ന വഹിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. എന്നാൽ അവരുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. അന്നത്തേക്കുള്ള മഞ്ഞ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രം പഴകുന്നില്ല, ചെരുപ്പ് തേയുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുന്നില്ല. അന്നത്തേക്കുള്ള മഞ്ഞ പെറുക്കും, പിറ്റേ ദിവസത്തേക്ക് ക്രമിച്ചു പോകും. എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം വരാതെ ഇട്ട ചെരുപ്പും ഇട്ട ഉടുപ്പുമായി എന്നും മഞ്ഞയായി ജീവിതത്തിനകത്തൊരു വ്യത്യാസം വരാതെ അവര് മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ വാഗ്ദത്തം കാണാതിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ചില നിന്ദകൾ ഉണ്ടായിരുന്നു. പക്ഷേ വചനം വായിക്കുന്നു, ആ ജനത്തെ യോർദാനെ കടത്തി വാഗ്ദത്തത്തിന്റെ അതിരാകുന്ന ഗിൽഗാലിൽ എത്തിയപ്പോൾ വചനം വായിക്കുന്നു, മഞ്ഞ നിന്നുപോയി. ഇന്ന് കർത്താവിനോട് പറയുന്നു, ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ളത്, നിന്റെ തലമുറകളെ കുറിച്ചുള്ളത്, നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ളത് വെളിപ്പെടാൻ കഴിയാതെ, ജീവിതത്തിനകത്തു വ്യത്യാസം വരാതെ. കാരണം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ ജനം, മോശയോട് ചേർന്ന ജനം, ഒരേ ആത്മീക ആഹാരം തിന്ന് ഒരേ ആത്മീക പാനീയം കുടിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ നടന്നവർ, പക്ഷെ ജീവിതത്തിനകത്തൊരു വ്യത്യാസം വരാതെ, വാഗ്ദത്തം കാണാൻ കഴിയാതെ അവരനുഭവിച്ച നിന്ന അവർ ഞെരുങ്ങിയ ഞെരുക്കം, ഈ ചുറ്റിക്കറക്കലുകൾ അവരുടെ ലൈഫിനകത്ത് അവരെ ജനം നിന്ദിക്കത്തക്ക നിലകളിൽ വെല്ലുവിളിയായി വന്നപ്പോൾ വചനം വായിക്കുന്നു, യോർദാൻ കടന്ന് യോർദാൻ അക്കരെ എത്തിയപ്പോൾ വചനം വായിക്കുന്നു, വാഗ്ദത്തം
വാഗ്ദത്തത്തിന്റെ അതിരി തൊട്ടപ്പോ തന്നെ മന്ന നിന്നുപോയി. ദേശത്തിന്റെ വിളവ് അവർ അനുഭവിച്ചതുപോലെ ഇന്ന് രാവിലെ ദൈവകൃപയിൽ ഇറങ്ങിത്തിരിച്ചിട്ടു, ദൈവശബ്ദം കേട്ടിട്ടു, ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടു, ജീവിതത്തിനകത്തൊരു വ്യത്യാസം വരാതെ, ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ അത് വട്ടം കറങ്ങുന്ന അനുഭവങ്ങൾ എന്റെയും നിന്റെയും ലൈഫിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു 2025 അത് ഹല്ലേലൂയ തീരുന്നതിനകം അത് നീ പ്രാപിക്കേണ്ട വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകാൻ പോകുകയാ. കർത്താവിനോട് പറയുന്നു അത് ഹല്ലേലൂയ ചിലർക്ക് വേണ്ടി ചില വാതിലുകൾ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. അത് ഹല്ലേലൂയ എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയാതെ നീ കറങ്ങി നടക്കുമ്പോൾ അത് ഒരു വിടുതൽ വെളിപ്പെട്ടാൽ നിന്റെ കുടുംബത്തിനൊരു വ്യത്യാസം വരും, നിന്റെ ദേശത്തിനൊരു വ്യത്യാസം വരും. പക്ഷേ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ മരുഭൂമിയിലിട്ട് വട്ടം കറക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു ഉടയ്ക്കേണ്ടതിനെ ഉടച്ച്, തകർക്കേണ്ടതിനെ തകർത്ത്, എത്തിക്കേണ്ട മേഖലയ്ക്കകത്ത് ദൈവം നിന്നെ എത്തിക്കുവാൻ പോകുകയാണ്. അത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ അവർ പോലും അവരെ അറിയാതെ അവരെ പിന്തുടർന്ന് അത് മിസ്രൈമ്യ വ്യാപാരം മരുഭൂമിക്കകത്തവരെ കറക്കി. വചനം വായിക്കുന്നു, മോശ പർവ്വതത്തിലേക്ക് പോയപ്പോൾ അത് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി. അത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പർവ്വതത്തിലേക്ക് മോശ കയറിയപ്പോൾ താഴ്വരയിൽ മറഞ്ഞിരുന്ന കാളക്കുട്ടി വെളിപ്പെട്ടു. മോശ ഇറങ്ങി വന്ന് അതിനെ തകർത്ത് അതേ വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് നിന്ന് 3000 എണ്ണത്തെ വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് സ്വർഗത്തിലെ ദൈവം അവരെ അവിടെ നിന്ന് മുൻപോട്ട് കൊണ്ടുപോയി. ചെങ്കടലിന്റെ തീരത്ത് വന്നു. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിക്കകത്തേക്ക് അവർ കടന്നു വന്നപ്പോൾ വചനം വായിക്കുന്നു, അത് ഹല്ലേലൂയ ലിവ്യാഥാന്റെ തലകളെ ദൈവം തകർത്തു. വക്ര സർപ്പമായ വിദ്രുത സർപ്പമായ അത് ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ തടഞ്ഞു വെച്ച് അത് ഹല്ലേലൂയ ലിവ്യാഥാന്റെ ശിരസിനെ സ്വർഗം തകർത്ത് കളഞ്ഞു. വചനം വായിക്കുന്നുണ്ട് പ്രവചന പുസ്തകത്തിനകത്ത് അത് ലിവ്യാഥാന്റെ ശക്തിയെ ദൈവം അത് തകർത്തു. യഹോവയുടെ കടുപ്പവും വലിപ്പവുമുള്ള വാളുകൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞപ്പോൾ ചെങ്കടലിനകത്തു മറഞ്ഞിരുന്ന വഴി അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു വന്നു. അവരുടെ പാളയത്തിനകത്ത് വരേണ്ട കാടയെ ദൈവം കൊണ്ടുവന്നു. ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ വെളിപ്പെടുന്ന നന്മ, നിന്റെ യാത്രയിൽ വെളിപ്പെടുന്ന നന്മ, നിന്റെ അത് ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന നന്മ വെളിപ്പെട്ടു വരാതെ അതിനെ തടസ്സം ചെയ്യുന്ന ആധിപത്യ ശക്തികളെ ഇന്ന് രാവിലെ സ്വർഗം വെട്ടിക്കളയുവാൻ പോകുകയാണ്. ലിവ്യാഥാന്റെ തലയെ ദൈവം തകർത്തുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. തല എന്ന് പറഞ്ഞാൽ ആധിപത്യമാണ്. ഇന്ന് രാവിലെ കാലം എനിക്കും നിനക്കും എതിരെ വെളിപ്പെടുന്ന ചില ആധിപത്യങ്ങളെ സ്വർഗത്തിലെ ദൈവം വെട്ടിക്കളയാൻ പോകുകയാണ്. ഉടയേണ്ട ചില ശക്തികൾ, ഉടയേണ്ട ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ ദൈവം ഉടയ്ക്കുകയാ. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ശത്രു വെച്ചിരിക്കുന്ന ചില നുഖങ്ങൾ ഇന്ന് രാവിലെ എന്റെ ദൈവം ഉടയ്ക്കുന്ന അത് പ്രഭാതമാണ്. വചനം വായിക്കുന്ന ഞാൻ വിശാലമായ ദേശത്തിന്റെ തലവനെ തകർക്കും. അത് ഹല്ലേലൂയ അത് അപ്പോൾ അത് നിങ്ങളുടെ തല ഉയരും, നിങ്ങൾ തോട്ടിൽ നിന്ന് കുടിക്കും. ഹല്ലേലൂയ തകർക്കേണ്ട ചില ശക്തികൾ തകർക്കപ്പെടണം. വെളിപ്പെടേണ്ട ദൈവകൃപ നിന്റെ വീടിനകത്ത് വെളിപ്പെടും. വെളിപ്പെടേണ്ട നന്മ നിന്റെ വീടിനകത്ത് വെളിപ്പെടും. ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി കിടക്കുന്ന ചില വ്യക്തികൾ, കുടുംബങ്ങൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുൻപിലുള്ള പ്രതിസന്ധികൾ ഇന്ന് രാവിലെ വഴിമാറുകയാണ്. അത് തടയുന്ന ചില ശക്തികളെ ഇന്ന് രാവിലെ സ്വർഗം വെട്ടിക്കളയുകയാണ്. ഇരിക്കുന്ന ഇടത്തു നിന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകളിൽ അല്പനിമിഷങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ചില പ്രതിസന്ധികൾ ഇന്ന് രാവിലെ സ്റ്റക്കായി കിടക്കുന്ന ചിലയിടത്ത് നിന്ന് ചിലതിനെ ദൈവം ചലിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ വാഗ്ദത്തത്തിലേക്ക് ദൈവജനത്തെ ദൈവം കടത്തി അവരുടെ നിന്ദകളെ സ്വർഗം ഉരുട്ടി മാറ്റി. ഇന്ന് പകൽ മാന്യന്റെ മകനായി ജനിച്ചവനാണ്, എല്ലാ മാന്യതകളും ലഭിക്കേണ്ടവനാണ്. പക്ഷേ അവന്റെ ജീവിത മാന്യതയും നഷ്ടപ്പെടുത്തി കളയത്തക്കവണ്ണം വെളിപ്പെട്ടു വന്ന അന്ധതയെ യേശു അവനിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇന്ന് രാവിലെ നീ അനുഭവിക്കേണ്ട മാന്യത നിനക്ക് അനുഭവിപ്പാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കളയുന്ന ചില സ്വാധീനങ്ങൾ ഇന്ന് രാവിലെ ആത്മാവിന്റെ ശക്തിയാൽ തകർക്കപ്പെടുവാൻ പോകുകയാണ്.
ചൂടമാന ഹതനഘടക ജനകതല അർത്ഥവേദിഘടക ശംധരാജകൽക്കമന. കർത്തവനോട് ചില ശരീരങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ ചില മുഖങ്ങൾ അഴിയുകയാണ്. അത് ചില ബോണ്ടേജസുകൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അത് തകർത്ത് കളയുന്ന അത് പകലാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ ഒരു സ്വാതന്ത്ര്യം ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ്. നിനക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ നിന്നെ ശാരീരികമായി അത് ഒതുക്കിയിരിക്കുന്ന ചില വിഷയങ്ങൾ അത് ഹല്ലേലൂയ ആ കുരുടനിൽ നിന്ന് അഴിഞ്ഞു മാറിയതുപോലെ അവന്റെ കണ്ണിനകത്ത് ഇരുട്ടാണ്. എരിഹോവിന്റെ വഴിയരികിൽ അവനെ ഇരുത്തിയെങ്കിൽ അത് ഇന്ന് രാവിലെ ഫിസിക്കലി അത് ചിലർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ ദൈവാത്മാവിന്റെ ശക്തിയാൽ ചിലരിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. രോഗമുഖങ്ങൾ, ശരീരത്തിന്റെ മേൽ പിശാച് വെച്ച ചില മുഖങ്ങൾ, രോഗമെന്ന വ്യാജേന വ്യാപരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ ചില ശരീരങ്ങൾക്കകത്തുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ പുറത്തു പോകുകയാണ്. ഹല്ലേലൂയ. വചനം വായിക്കുന്നു, അത് യേശു ക്രിസ്തു അത് ഹല്ലേലൂയ ദാവീദിന്റെ പുത്രനാണെന്ന ആ ദൈവിക തിരിച്ചറിവ് അവനെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അത് മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും അത് മുൻപോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കർത്താവ് അത് ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ കുറിച്ച് സമൂഹം പലത് പറയുന്നുണ്ട്, അത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു ഹല്ലേലൂയ അത് ഹല്ലേലൂയ പലരും പറഞ്ഞു ഇവൻ അത് ഏലിയാവാണ്, അത് ഇരമ്യാവാണ്, അങ്ങനെ പല പ്രവാചകന്മാര് പലരാണെന്നൊക്കെ പല കമന്റ്സുകൾ വന്നു. പക്ഷേ ഈ കാര്യം ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് യേശു കർത്താവിനെ നോക്കി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. ഹല്ലേലൂയ. അന്നേരം കർത്താവ് പറയുകയാണ് ആ യേശുവിനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ഭൂമി കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ, കാരണം ക്രിസ്തുവെന്ന് അത് ഹല്ലേലൂയ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു ടൈമുണ്ട്. പക്ഷേ അത് ഇവര് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ എന്താണ് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ആത്മാവിൽ ഇവരെന്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ കമന്റ്സ് കർത്താവ് കൊടുത്തേനെ. എന്നാൽ പത്രോസാണ് അത് പ്രാപിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്ന. കാരണം ഈ മർമ്മം ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ഒരു മർമ്മമല്ല. അതെ, കാരണം സ്വർഗത്തിലെ ദൈവം അത് നമ്മുടെ ഹൃദയത്തെ തുറന്നാൽ മാത്രമേ നമുക്ക് ഈ മർമ്മത്തെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണ് അനേക ഹൃദയങ്ങളെ. എന്നാൽ ആ കുരുട്ട് ഹൃദയങ്ങൾ, ആ കുരുട്ട് കണ്ണുകൾക്കകത്ത് ക്രിസ്തുവിന്റെ വെളിച്ചം അത് ചെല്ലണമെങ്കിൽ അത് ഇന്ന് രാവിലെ കാലം ആ ഹൃദയത്തെ അന്ധത പിടിപ്പിച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറണം. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, അത് നീ ഭാഗ്യവാൻ, അത് ഹല്ലേലൂയ, അത് നീ അത് പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവെന്ന വെളിപ്പാടാണ് സഭയുടെ അടിസ്ഥാനം. യേശു സൗഖ്യമാക്കുന്നവനെന്നോ വിടുവിക്കുന്നവനെന്നോ അത് മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെന്നോ അതിനേക്കാൾ എല്ലാം ഉപരിയായി അത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അത് ഹല്ലേലൂയ ജഡമായി തീർന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന വെളിപ്പാടാണ് ദൈവസഭയുടെ അടിസ്ഥാനം. അത് ദൈവം അംഗീകരിച്ച ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനം. ഇന്ന് അത് ലോകത്തിൽ പല സഭകളുണ്ട്, അവരുടെ അടിസ്ഥാനം വേറെയാണ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ മാതാവ് അടിസ്ഥാനമായ സഭകളുണ്ട്, വിശുദ്ധന്മാര് എന്ന് പറയുന്നവരെ അടിസ്ഥാനമാക്കിയ സഭയുണ്ട്. പക്ഷേ അതല്ല ദൈവത്തിന്റെ ജീവനുള്ള അത് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അത് മാനവജാതിയുടെ രക്ഷിതാവെന്നാണ്, മർമ്മമാണ്. അത് ജീവനുള്ള ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനം. വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക്
മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, അത് നാം എത്രയധികം ഇത് മാനവജാതിയോട് അറിയിക്കണം. അതെ, പല കാര്യങ്ങൾ, പല കഷ്ടതയുടെയും ആളുകളുടെ ഒക്കെ ചാരിറ്റി, അതെ, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിന്റെ അടിയിൽ പല ആളുകളും പോയി കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സ്ഥലത്ത് എന്ന് ഇന്ന ഉടമ്പടി എടുത്താൽ, ഇന്ന കാര്യം ചെയ്താൽ, അതെ ഹല്ലേലൂയ, നിങ്ങൾക്ക് വിടുതലുണ്ടാകും, സൗഖ്യം ഉണ്ടാകും. അവരൊക്കെ ഇതിന്റെ പ്രചാരകരായി മാറിയിരിക്കുമ്പോൾ, അത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തിയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു ഭാഗ്യാവസ്ഥയുണ്ട്. അത് നിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പണിയെ പൊളിച്ചു കളയാൻ ഒരു പാതാള ഗോപുരത്തിന്റെ ശക്തിയെയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ശ്രദ്ധിച്ച്, എത്ര ഒരു ശ്രേഷ്ഠ അധികാരമാണ് അപ്പോസ്തലന്മാരുടെ മേൽ കർത്താവ് കൈമാറിയത്. ഇന്ന് രാവിലെ ഈ മർമ്മത്തിനകത്ത് നമ്മുടെ കയ്യിൽ ഒരു അധികാരത്തിന്റെ താക്കോൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവവൈദങ്ങളെ, അത് ആത്മാവിൽ ഈ ദിവസങ്ങളിൽ പ്രാപിച്ച്, ആ അധികാരം പ്രാപിച്ച് വിനിയോഗിക്കുക. അത് ഒരു ആത്മ വളർച്ചയിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാവിലെ നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനത്തിനകത്ത് പ്രാർത്ഥനയുടെ വിവിധ ശൈലിയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദുരുപദേശം പല നിലകളിൽ ലോകത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ചിലരൊക്കെ പറയാറുണ്ട്, കൽപ്പിച്ചാൽ മതി, കൽപ്പിച്ചാൽ മതി. ശരിയാണ്. അതെ, യേശു കർത്താവ് പോലും അഭയയാചന കഴിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ച കർത്താവാണ്. അതെ, ഹല്ലേലൂയ. തന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് ഹല്ലേലൂയ അഭയയാചന കഴിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു. മാനവജാതിയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളുണ്ട്. കണ്ണുനീരിന്റെ പ്രാർത്ഥനയുണ്ട്. അതെ, പോരാടിയുള്ള ആത്മയുദ്ധത്തിന്റെ പ്രാർത്ഥനയുണ്ട് പൈശാചിക മണ്ഡലങ്ങളോട്. എന്നാൽ ആ പ്രാർത്ഥനയിൽ ലഭിക്കുന്ന നിയോഗത്തിലാണ് നാം കൽപ്പിക്കേണ്ടത് വിഷയങ്ങളോട്. ഈ ദിവസങ്ങളിൽ പിശാച് നമ്മുടെ ഹൃദയത്തെ കുരുടാക്കി കളയരുതേ. ദൈവിക പ്രമാണത്തിന്റെ ഇട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയിൽ ദൈവവചനത്തിനകത്ത് ജീവിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. വചനം വായിക്കുന്നു. അത് പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ ദൈവിക വെളിപ്പാടിനകത്ത് വളർന്നപ്പോഴാണ് അതെ ഹല്ലേലൂയ അതെ താക്കോല് കൂട്ടം അതെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ അവർക്ക് അതെ കർത്താവ് കൊടുത്തു. ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് അവിടെ സഭ ഫോമായി. ഈ ദിവസങ്ങളിൽ ചില ജീവിതങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ചിലരെ ക്രിസ്തുവിന് വേണ്ടി നേടാ. അതെ ഹല്ലേലൂയ. റെയ്നാഡ് ബോങ്ക ഒരിക്കൽ പറഞ്ഞതുപോലെ നരകത്തെ കവർച്ച ചെയ്ത് സ്വർഗത്തെ അതെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഒരു സുവിശേഷത്തിന്റെ ദൗത്യം ഈ ദൂത് കേൾക്കുന്ന എന്റെ മേലും നിങ്ങളുടെ മേലും കിടപ്പുണ്ട്. ആ ശമര്യക്കാരത്തി സ്ത്രീ തനിക്ക് ലഭിച്ച ആ സത്യപ്രകാശം മറ്റുള്ളവരേക്ക് എത്തിച്ചതുപോലെ ഒരു നിയോഗം ഇന്ന് രാവിലെ ചിലർ ഏറ്റെടുക്കാൻ തയ്യാറാകണം. മൂന്നാമതൊരു വ്യക്തിയും കൂടി പറഞ്ഞ് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുകയാണ്. അതെ ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. തിരുവചനത്തിനകത്ത് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് അതെ ഹല്ലേലൂയ അതെ ബഥാനിയില് ലാസറും മാർത്തയും മറിയ എന്ന് പറഞ്ഞ 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. വചനം വായിക്കുന്നു. ആ കുടുംബത്തിനകത്ത് അതെ കർത്താവിന്റെ സ്നേഹം അവരെ തേടിയെത്തി. ശീമോന്റെ ഭവനത്തിനകത്ത് അതെ യേശു കർത്താവിനെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് സഹോദരിയായ മറിയ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അവൾ പാപിനിയായ ഒരു സ്ത്രീ ആയിരുന്നു. എന്നാൽ അവിടെ പാപത്തിന്റെ അനുഭവങ്ങളെ അതെ ഹല്ലേലൂയ വിട്ടുകളഞ്ഞ് ദൈവകൃപയിലേക്ക് വരുവാൻ അവൾ ആഗ്രഹിച്ച് അതെ ഹല്ലേലൂയ യേശു കർത്താവിന്റെ കാൽക്കച്ചം ഇരുന്ന് അതെ അവനെ പരിമള തൈലം പൂശി കണ്ണുനീര് കൊണ്ട് അവന്റെ കാലുകളെ കഴുകി അതെ ഹല്ലേലൂയ തലമുടി കൊണ്ട് തുവർത്തി അതെ യേശു കർത്താവിനെ അവൾ അവളുടെ ജീവിതത്തിനകത്തേക്ക് ഏറ്റെടുത്തു. യേശു അവളോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോക. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36, 37 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് അവിടെ കോട്ട് ചെയ്ത സംഭവം വെച്ചിട്ടുണ്ട്. എന്നാൽ അവളെ സമാധാനത്തോടെ കർത്താവ് അയച്ചെങ്കിലും അത് വചനം വായിക്കുന്നു. പിന്നെ അവൻ
അവൻ ഗ്രാമത്തിലൂടെ പോകയിൽ മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവനെ കൈക്കൊണ്ട്. ശ്രദ്ധിച്ച്, മറിയ പോയി. പക്ഷേ ആ മറിയ ഹല്ലേലൂയ വീട്ടിൽ ചെന്ന് തന്റെ സഹോദരിയോട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവകൃപയുടെ അനുഭവം അവൾ പങ്കുവെച്ച് കാണും. അതുകൊണ്ടാണ് യേശു അതിലെ കടന്നുപോയപ്പോൾ മാർത്ത കൈക്കൊണ്ടു എന്ന് മറ്റൊരു ഭാഗത്ത് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന. സമയത്തിന്റെ പരിമിതി കൊണ്ട് വാക്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. മാർത്ത കൈക്കൊണ്ടു, യേശുവിനെ അവൾ ശുശ്രൂഷിച്ചു. മറിയ അവന്റെ കാൽക്കലിരുന്ന് ദൈവത്തിന്റെ വചനം പഠിച്ചു. അങ്ങനെ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കടന്നു പോകുമ്പോൾ ആ വീടിനകത്ത് വലിയ പ്രതിസന്ധി വന്നു. ഏക സഹോദരനായ ലാസർ മരിച്ചു. അത് ദീനമായി കിടക്കുമ്പോൾ തന്നെ യേശുവിനെ വിവരമറിയിച്ചപ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. എങ്കിലും ആ സഹോദരൻ മരിച്ചുപോയി. അവനെ കല്ലറയിൽ അടക്കി 4-ാമത്തെ ദിവസം ശിഷ്യന്മാരുമായി യേശു ആ വീട്ടിലേക്ക് വരികയാണ്. അവർ വിചാരിച്ചു ഇനി ലാസറിനെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പ്രതീക്ഷകളെല്ലാം പോയെങ്കിലും അവർ കർത്താവിനെ വിട്ടുകളഞ്ഞില്ല. ഇന്ന് പക ദൈവവൈതലേ, എത്ര പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ പോയാലും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ അളവുണ്ട് കേട്ടോ. ഈ സഹോദരിമാർ പ്രതീക്ഷിക്കാതെ 4-ാമത്തെ ദിവസം യേശു വന്നു. ഗ്രാമത്തിന്റെ അതിരിൽ വന്നിരിക്കുന്നുവെന്ന് അറിവ് കിട്ടിയപ്പോൾ ഹല്ലേലൂയ, അതെ, മാർത്ത ഓടിച്ചെന്നവനെ എതിരേറ്റിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, അതെ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും അതെ മരിക്കയില്ല എന്ന് പറഞ്ഞ് അവളെ ഹല്ലേലൂയ അതെ അവളോട് സംസാരിച്ചപ്പോൾ മാർത്ത അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെ കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവെന്ന് ഞാൻ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം അതെ ഹല്ലേലൂയ 11-ാമത്തെ അധ്യായത്തിനകത്ത് ആ ഭാഗം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പുത്രനാകുന്ന വരുവാനുള്ള മശിഹ ക്രിസ്തുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വചനം വായിക്കുന്നു, അതെ, മറിയയും വിളിച്ചു കൊണ്ടുവന്നു. മറിയയും കർത്താവ് സംസാരിച്ചിട്ട് അതെ ലാസറിനെ വെച്ചിരുന്നു കല്ലറയുടെ അടുക്കലേക്ക് പോയി. അതെ, അവിടെ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു. കല്ല് നീക്കാൻ കർത്താവ് പറഞ്ഞ് അതെ അവരുടെ സഹോദരനാകുന്ന ലാസറിനെ 4-ാമത്തെ ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു വാക്കുകൊണ്ട് വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച്, യേശു ദൈവത്തിന്റെ പുത്രനാകുന്ന മശിഹയെന്ന് ആഴത്തിൽ വിശ്വസിച്ച അതെ മാർത്ത അതെ സഹോദരൻ മരിച്ചുപോയിട്ടും അവിടെ വിശ്വാസത്തിനൊരു കേടും വന്നില്ല. ഒരു തിരിച്ചടി അവൾക്ക് ലഭിച്ചിട്ടും ആ ദൈവപുത്രനുള്ള വിശ്വാസം അവൾ വിട്ടുകളയാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവൾ അതിനെ ഉറക്കെ അവിടെ പ്രസ്താവിക്കുമ്പോൾ അത് 4 ദിവസം നാറ്റം വെച്ചെന്ന് പറഞ്ഞ ലാസർ പുറത്തു വരികയാണ്. ഇന്നു പകൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ വിശ്വാസത്തെ തള്ളിപ്പറയാനുള്ള നിരവധി സാഹചര്യങ്ങൾ നിന്റെ ലൈഫിനകത്ത് കടന്നു വരുമ്പോൾ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇവർ യേശുവിനെ കൈക്കൊണ്ടിട്ട് ഇവരുടെ പ്രശ്നത്തിന്റെ നടുവിൽ യേശു ഒരു വാക്കുപോലും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്ന യഹൂദന്മാരുടെ മുൻപിൽ അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ വരുവാനുള്ള ക്രിസ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം അവൾ പരസ്യമായി ഏറ്റുപറഞ്ഞപ്പോൾ കല്ലറയ്ക്കകത്ത് 4 ദിവസം നാറ്റം വെച്ച വിഷയം അവൾക്ക് വേണ്ടി കർത്താവ് വിളിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. വേദപുസ്തക ചരിത്രത്തിൽ പല മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിലും 4 ദിവസം കഴിഞ്ഞ് ഒരു ഡെഡ് ബോഡി പോലും അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ സെമിത്തേരിയിലേക്ക് അടക്കാൻ കൊണ്ടുപോയ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്, പലരെ ഉയർപ്പിച്ചു. പക്ഷേ തിരുവചനം വായിക്കുന്നു, അത് വേദപുസ്തകത്തിൽ പല മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് ലഭിച്ചെങ്കിലും 4 ദിവസം നാറ്റം വെച്ചെന്ന് പറഞ്ഞ ലാസർ ഉയർത്ത പോലെ ഒരു ഉയർപ്പ് നടന്നിട്ടില്ല. ഹല്ലേലൂയ, അത് പിന്നെ അത് കർത്താവ് തന്നെയാണ് പിന്നെ ഉയർത്തത്. ഹല്ലേലൂയ, തിരുവചനം വായിക്കുന്നു, ലോകം കേട്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത, മറ്റാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആഴമേറിയ ദൈവപ്രവൃത്തികൾ നിന്റെ ലൈഫിനകത്ത് നടത്തിയെടുക്കാൻ ഇന്ന് രാവിലെ കർത്താവ് അതെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുക. ഇന്ന് രാവിലെ പ്രതിസന്ധിയുടെ നടുവിൽ വിളിച്ചു പറ, അതെ എന്തൊക്കെ വന്നാലും ഞാൻ വിശ്വസിക്കുന്നു
പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു അങ്ങ്. അങ്ങ് മടങ്ങി വരൂ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെ ചേർക്കൂ, അങ്ങയുടെ പൈതലാക്കി എന്നെ നിലനിർത്തൂ. അങ്ങറിയാതെ എന്റെ തലമുടിയില് തലയിലെ ഒരു തലമുടി നാര് പോലും പൊഴിയത്തില്ലെന്ന് ആഴത്തിൽ വിശ്വസിച്ച് ആ പ്രതിസന്ധിയുടെ നടുവിലും സഹോദരന്റെ ശവം അടക്കിയ അനുഭവത്തിൽ 4 ദിവസം കഴിഞ്ഞ അനുഭവത്തിലും ആ മാർത്ത ഏറ്റുപറഞ്ഞതുപോലെ ഇന്ന് രാവിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഉറക്കെ വിളിച്ചു പറയട്ടെ, അങ്ങാണ് ജീവിക്കുന്ന ദൈവം, അങ്ങാണ് ലോകരക്ഷിതാവ്, അങ്ങേ പോലെ മറ്റൊരുത്തനില്ല. അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. എന്തെല്ലാം വന്നാലും അങ്ങയെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്ത് സമര്യക്കാരത്തി സ്ത്രീയെ പോലെ ചിലരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്താൻ ഈ രാവിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളെ ദൈവസന്നിധി നമുക്ക് അടയ്ക്കാം. കർത്താവിനോട് പറയാം, ദൈവമേ ഇന്ന് രാവിലെ എന്നെ സമർപ്പിക്കുന്നു. വ്യക്തിപരമായ ദൂതുകൾ പറഞ്ഞാൽ ഒരുപക്ഷെ 2-3 പേർക്ക് അത് പ്രയോജനപ്പെട്ടല്ലേ, അത് കൂടിപ്പോയ 5 പേർക്ക് പ്രയോജനപ്പെട്ടെന്നിരിക്കട്ടെ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇനി വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ, പിശാചും മനുഷ്യരും നിങ്ങളെ ചോദ്യം ചെയ്ത വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുകയാ. ചരിത്രത്തിൽ ആർക്കും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി മാർത്തയ്ക്കും അവരുടെ കുടുംബത്തിനും മറിയയ്ക്കും വേണ്ടി കർത്താവ് ചെയ്തെങ്കിൽ, അത് ഹല്ലേലൂയ, ആ ശമര്യക്കാരത്തി സ്ത്രീക്ക് വേണ്ടി ചെയ്തെങ്കിൽ, അത് ഹല്ലേലൂയ, അത് വഴിയരികെ ഇരുന്ന കുരുടനാകുന്ന ബർത്തിമായ്ക്ക് ചെയ്തെങ്കിൽ, ഇന്ന് രാവിലെ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവിക വിടുതലുകൾ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത നിലകളിൽ ദൈവകൃപ അനുഭവിക്കാൻ ഈ രാവിലെ ചിലരെ ദൈവം സഹായിക്കാൻ പോകുകയാണ്. കർത്താവിനോട് പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് തലമുറകളുടെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ സ്റ്റക്കായി കിടക്കുന്ന ചില മണ്ഡലങ്ങൾ, പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ, ഫെയിലായി കിടക്കുന്ന ചില വിഷയങ്ങൾ, കർത്താവിനോട് പറയുന്നു, പല സമയത്ത് ശ്രമിച്ചിട്ടു അത് ഫൈനലിലേക്ക് വരാത്ത ചില കേസ് പോലുള്ള ചില പ്രശ്നങ്ങൾ, ചില തർക്കങ്ങൾ, ചില വാദങ്ങൾ, അത് ചില പ്രോപ്പർട്ടികൾ, പ്രോപ്പർട്ടികളുടെ മേൽ കിടക്കുന്ന ചില കുരുക്കുകൾ, അത് നിങ്ങളെ സ്ഥകിളിയിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, അത് ചില ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ശത്രു അത് കെട്ടിവെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ, അത് ഇന്ന് രാവിലെ സ്വർഗം സ്വതന്ത്രമാക്കാൻ പോകുക. എവിടെ നീ സ്റ്റക്കായി കിടക്കുന്നു അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുൻപാകെ ഒരു സാക്ഷ്യമാക്കി നിർത്തുവാൻ 12-ാമത്തെ അധ്യായത്തിൽ ആ ലാസർ പന്തിക്കിരുന്നത് പോലെ നിന്റെ വിഷയത്തെ ഒരു സദസ്സിൽ കൊണ്ടുവരാൻ, വിടുവിച്ചു കൊണ്ടുവരാൻ അവന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ്. എല്ലാ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുക. കർത്താവിനോട് പറയാൻ എന്നെ സമർപ്പിക്കുന്ന പച്ച, ഇന്ന് രാവിലെ ദൈവമേ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ ശക്തമായ വ്യാപാരം കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ കർത്താവേ. അതരജനഘടകരകൽക്കമന 95 അതെ ഹല്ലേലൂയ ഐഡികൾക്കകത്തു നിന്ന് കയറിയിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, ദൈവിക വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ പരസ്യമായി വെളിപ്പെടാൻ പോകുക, പ്രത്യക്ഷമായി വെളിപ്പെടാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ സകല ഏരിയകളെയും സ്പർശിക്കുന്നത് പോലൊരു ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ നിന്നിൽ ദൈവം ആരംഭിക്കാൻ പോകുക. ഇനി നീ പരാജയപ്പെട്ട വ്യക്തിയായി ലോകം അറിയപ്പെടത്തില്ല. നിന്റെ പേര്, നിന്റെ ചരിത്രം, നിന്റെ ജീവിതം എന്റെ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകാ വിഷയമാക്കി മാറ്റാൻ പോകുകയാണ്. പ്രിയ പിതാവേ, ഇന്ന് രാവിലെ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം ഓരോ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, അവരുടെ ശരീരങ്ങൾ, മനസ്സുകൾ തിരിച്ചറിയുമാറ് വ്യാപരിക്കട്ടെ. ഈ പ്രവർത്തനത്തെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ആഴമായൊരു ദൈവപ്രവൃത്തി ഇതിനകത്തൂടെ വെളിപ്പെടട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ അനേക ജീവിതങ്ങൾ ഇത് നിമിത്തം രക്ഷ അനുഭവിക്കത്തക്കവണ്ണം, ദൈവകൃപയിലേക്ക് വരത്തക്കവണ്ണം ഇതിനെ ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റട്ടെ കർത്താവേ. അത് ഇതിനകത്തിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ, അതെ അവരുടെ ഭൗതികമായ വിഷയങ്ങളെ, ആത്മീയമായ വിഷയങ്ങളെ, സകലത്തെ ഇന്ന് രാവിലെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അസാധാരണ ദൈവശക്തിയുടെ പകർച്ച ഓരോ ഭവനങ്ങൾക്കകത്തു ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഇവരെ ഞെരുക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ ഇന്ന് രാവിലെ ശാസിച്ച് ഒരു ജയത്തെ കൽപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മീറ്റിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ നിരവധി ടെസ്റ്റ് മണികൾ ഈ ആഴ്ചകളിൽ ചില കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ കർത്താവേ. അത് വിരലിൽ എണ്ണാവുന്ന ദിവസത്തിനകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് അത് അത്ഭുതത്തിന്റെ മറുപടികൾ, അത്ഭുതത്തിന്റെ വിടുതലുകൾ വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. കുടുംബമായി രക്ഷ
ശുശ്രൂഷയിലേക്ക് വരാനുള്ളവർ അതിലേക്ക് വരട്ടെ. ചിലർ സ്നാനത്തിലേക്ക് വരട്ടെ. ചിലർ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരണമേ. ഇന്ന് രാവിലെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചല്ലോ. പുത്രനാകുന്ന ക്രിസ്തു സകലത്തിലും മഹത്വം എടുക്കട്ടെ. പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവവചന ചിന്തകളുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഒരു 8:45 ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ രാവിലത്തെ തിരക്കുകൾ മൂലമാണ് അല്പം മുൻപോട്ട് പോയി. എങ്കിലും കർത്താവിന്റെ ദാസിയോട് പറഞ്ഞ അല്പം മുൻപോട്ട് പോയാലും കുഴപ്പമില്ല, പോകേണ്ടവർ പൊക്കോളും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ, ഇതിനകത്ത് കയറി എല്ലാവർക്കും ഈ വചനം ഒരു പ്രയോജനമാകട്ടെ. അടുത്ത ആഴ്ച അത് നിങ്ങൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നതിനകത്ത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ചില വിടുതലുകൾ സംഭവിക്കും. ദൈവനോട് വ്യക്തമായി പറഞ്ഞു, എവിടെയോ സ്റ്റക്കായി കിടക്കുന്ന ചിലര്, എവിടെയോ ഓപ്പണിങ്ങുകൾക്ക് വേണ്ടി കിടക്കുന്ന ചിലര്, അത് ദൈവനോട് പറഞ്ഞു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. ചിലരുടെ ലൈഫിനകത്ത് ചില കുരുക്കുകൾ, ചില കോർട്ട് കേസുകൾ പോലെ, ചില ഭൂമിയുടെ മേലുള്ള ചില കുരുക്കുകൾ ഒക്കെ ദൈവം അടിച്ചു കളയാൻ പോകുക. ദൈവകൃപയിൽ നിങ്ങളെ മുൻപോട്ട് വിടാതെ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ച അത് ചില പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ആ ശമര്യക്കാരത്തി സ്ത്രീയിൽ നിന്ന് കർത്താവ് മാറ്റിക്കളഞ്ഞതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നിങ്ങളെ പിറകോട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന ചില സാഹചര്യങ്ങൾക്കകത്ത് ദൈവം വ്യക്തമായിട്ട് ഇടപെടും. അത് ശമര്യക്കാരത്തി സ്ത്രീയുടെ വ്യക്തിപരമായ ജീവിതം തൊട്ടതുപോലെ ചിലരുടെ ജീവിതം കർത്താവ് ഈ ആഴ്ച തൊട്ട് വലിയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും. ഞാൻ അത് ആത്മാവിൽ ഉറച്ച് വിശ്വസിക്കുകയും ദൈവം എനിക്ക് തന്ന ആ ഉറപ്പ് ഞാൻ നിങ്ങളോട് കൈമാറുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ കർത്താവിന്റെ ദാസിമാര്, ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, പ്രത്യേകിച്ച് എന്നെ ഇതിനകത്തേക്ക് വിളിച്ച പ്രിയ കർത്താവിന്റെ ദാസിയോടും ഈ പ്രവർത്തനത്തോടുമുള്ള അതേ ഹല്ലേലൂയ ഹൃദയംഗമായ നന്ദിയെ കടപ്പാടിനെ ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി മാനിക്കും.